ഹലോ ഗൈസ്, ഞാനിന്ന് നമ്മളെ ചങ്കിനെ നിക്കാന് വേണ്ടി പോവാണ്. എല്ലാ പരിപാടിക്കും നേരം വൈകി എത്ര ഞാൻ ഇന്ന് നേരത്തെ ഉണ്ട്. ഞാൻ അവിടെ എത്തിയപ്പോ പുതിയാപ്പള പോലും ഇല്ല. എന്തായാലും ഇന്ത്യ ഇരുത്തം കണ്ടിട്ട് ഓന്റെ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളാണ്ട് കൊടുക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോ നമ്മളെ പുതിയാപ്പള ചെറുക്കം വന്നു. ഇവന്റെ കയ്യിൽ ഒരു ക്യാമറ ഉണ്ട്, പക്ഷെ അതിലെങ്ങനെ ഫോട്ടോ എടുക്കാന്നുള്ള ഓനിക്കറിയില്ല. ഇപ്പൊ എന്താ കാര്യമായിട്ട് ഇതുമ്മക്ക് തന്നെ നോക്കിക്കോളൂ. എന്താ ഇപ്പൊ ഇതിന് മാത്രം ഇതുമ്മ നോക്കാനുള്ളത്? പുതിയാപ്പള വണ്ടി അലങ്കരിച്ചാൽ നിങ്ങൾക്കൊന്നും അറിയില്ല പറഞ്ഞിട്ട് പുതിയാപ്പളനെ ഇതൊക്കെ എടുത്തോണ്ടിട്ട് ഓൻ തന്നെ ഒട്ടിച്ചാണ്. ഇന്റെ കല്യാണം ഉഷാറാക്കാൻ ഇച്ചറിയാന്ന് പറഞ്ഞു. അപ്പത്തിന് നമ്മളെ ലാലു വന്നുകൊണ്ട് പിന്നെ ലാലിന് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു. ലാലു അത് ഒട്ടിച്ച് പറഞ്ഞിട്ട് ഓനോ എന്റെ പണി നോക്കി പോയി. ഇപ്പൊ എല്ലാരും കൂടി ഇന്നെ നോക്കിയും കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇട്ട ഷർട്ട് ഇന്നലെ ഉള്ളി കൊടുന്ന ചാക്കാണ് പറഞ്ഞത്. നല്ലൊരു ബൊക്കണ്ടാന്ന് എടുത്തിട്ട് ലാല് പറഞ്ഞത് ഇങ്ങനെയൊന്നല്ല, അപ്പൊ ശരിയാക്കി തരാം, ഞങ്ങൾക്കൊന്നും അറിയില്ല. നമ്മളെ ക്യാമറമാനാണെങ്കിൽ ഇപ്പോഴും തലയിൽ മാന്തിയും കൊണ്ടിരിക്കുകയാണ്. എന്താ അത് കാട്ടുകയെന്ന് ആലോചിച്ചു. അപ്പൊ ഇനി എന്തായാലും നമ്മൾ പുതിയാപ്പളിനെ മാറ്റിച്ചാണ് വാറ്റി കൊടുക്കണത് നമ്മളെ വൈശാകും. പുതിയാപ്പളെ കൊടുന്ന കൂളിംഗ് ഗ്ലാസ് ഞാൻ വെറുതെ നിട്ടോക്കിയതാണ്. എന്താ എന്റെ ചൊർക്ക്, എനിക്ക് ഇത്ര ചൊർക്കുണ്ട് എന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. വൈശാഖ് എന്തൊക്കെ കാട്ടിയിട്ട് ഇതിന്റെ കൊടുക്കാണ്ട് ഇടാൻ പറ്റണില്ല. പിന്നെ ഞാനണ്ട് നോക്കി, പെണ്ണിട്ടാത്തി കൊണ്ട് എനിക്കും ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ലാത്തി കൊണ്ട് ഞാനും കയ്യോയി. പിന്നെ വന്ന കാക്കാതാണ്ട് ശരിയാക്കി കൊടുത്തു. അപ്പോഴും നമ്മളെ ലാല് ഇവിടെ ബൊക്ക നേരായി കൊണ്ടിരിക്കുകയാണ്. ഇതപ്പ ശരിയാക്കി തരാന്ന് വീണ്ടും നമ്മളെ മാറ്റിച്ചില്ല. കഴിഞ്ഞപ്പോ ഇതാ പെങ്ങന്മാരെ വക വേറെ ഒന്ന്, ഇത് ഇങ്ങനെയൊന്നും അല്ല കാക്കുവോ എന്ന് പറഞ്ഞിട്ട് അവസാനം എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ട് എങ്ങനെയൊക്കെയോ ഓനൊരു മെനണ്ട് വന്നു. അപ്പോഴും നമ്മളെ ലാല് ഇവിടെ ബൊക്ക നേരാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളെ സാധനങ്ങളൊക്കെ റെഡിയായി. ബൊക്കോയിക ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത് കുന്തിപ്പുഴ കോളേജിന്റെ എതിർവശമുള്ള ജിങ്കി സ്വീറ്റ്സ് ആൻഡ് നെറ്റ്സ് എന്നാണ്. അങ്ങനെ നിക്കായിന് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പെരിയുന്ന ഒരു ഫാത്തിയും ചെല്ലിയിട്ടുണ്ടായിരുന്നു. കണ്ടക്ടർ ബസ് കുളിച്ചണമായി ചെറുക്കന്റെ അളാപ്പ നിന്ന് പൊളിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ ബസ്സിലാണ് കേറിക്കോളി എന്ന് പറഞ്ഞത്. ഓലെന്തായാലും ബസ്സിൽ വരട്ടെ, നമുക്ക് എന്തായാലും കാറിലോണ്ട് പോവാം. അപ്പൊ ബാക്കി പിന്നെ